നമസ്കാരം. നമ്മൾ പലപ്പോഴും മദ്യക്കുപ്പികൾ എന്നുള്ളൊരു വാക്ക് ആണ് ഉപയോഗിക്കാറുള്ളത്. ഒരുപാട് മദ്യപിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ മദ്യക്കുപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പല പരാമർശങ്ങൾ നടത്താറുണ്ട്. മദ്യക്കുപ്പി എന്ന് പറയുന്നത് തന്നെ മദ്യപാനവുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കായിട്ടാണ് നമ്മൾ പലപ്പോഴും കണക്കാക്കാറുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ തന്നെ മദ്യം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കുപ്പികളിലാണ് എത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കുറേ നാളുകളായി പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച കുപ്പികളിലും മദ്യം എത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയൊരു പരീക്ഷണം സ്കോട്ട്ലൻഡിൽ നടക്കുകയാണ്. അതായത് സ്കോച്ച് വിസ്കി ഇനി മുതൽ അലുമിനിയം കുപ്പികളിൽ എത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. സ്കോട്ട്ലൻഡിലെ ഒരു പ്രമുഖ മദ്യ കമ്പനിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്നത് ഇതിന് താരതമ്യേന ചിലവ് കുറവാണ്, ഭാരം കുറവാണ്. സാധാരണഗതിയിൽ ഒരു മദ്യം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കുപ്പിയിലാണ് മദ്യം നിറയ്ക്കുന്നത് എങ്കിൽ ആ മദ്യത്തിന് തുല്യമായ ഭാരം പലപ്പോഴും ഈ കുപ്പിക്കും കാണുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊണ്ട് സഞ്ചരിക്കാനും മറ്റുമൊക്കെ തന്നെ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. അലുമിനിയം പൊതുവെ വളരെ ഭാരം കുറഞ്ഞൊരു വസ്തു എന്നുള്ള നിലയിൽ മദ്യം ഇതിൽ നിറച്ച് വിൽക്കുന്നതാണ് നല്ലത് എന്നാണ് ഈ കമ്പനി ഇപ്പോൾ ചിന്തിക്കുന്നത്. സ്കോട്ട്ലൻഡിലെ സ്റ്റെർലിംഗ് ഡിസ്റ്റിലറി എന്ന മദ്യ കമ്പനിയാണ് ഈ ഒരു സംരംഭവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പല കമ്പനികളും നേരത്തെയും ഇത്തരത്തിലുള്ള ചില കൂടിയാലോചനകൾ നടത്തിയിരുന്നുവെങ്കിലും പൊതുവെ നമുക്ക് മദ്യത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം എന്ന് പറയുന്നത് കണ്ണാടി കുപ്പികളിൽ ഇങ്ങനെ നിരന്നിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. ബാറുകളിലും അതുപോലെ മദ്യവിൽപ്പനശാലകളിലും ഒക്കെ തന്നെ കുപ്പികളിൽ നിറച്ചു വച്ചിരിക്കുന്ന മദ്യം ആണ് ഒരുപക്ഷെ ഒരുപാട് പേരെ പ്രലോഭിപ്പിക്കുന്നതും എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അലുമിനിയം കൊണ്ടുള്ള ഈ കുപ്പികൾ വേണ്ട എന്ന് പല മദ്യ കമ്പനികളും നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചില മദ്യ കമ്പനികൾ ഇപ്പോഴും ജിന്ന്, വോഡ്ക തുടങ്ങിയ മദ്യങ്ങളൊക്കെ തന്നെ ഈ അലുമിനിയം കുപ്പികളിൽ വിതരണം നടത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും അവരാരും തന്നെ വിസ്കി പോലെയുള്ള വില കൂടിയ മുന്തിയ മദ്യമൊന്നും തന്നെ ഈ അലുമിനിയം കുപ്പികളിൽ വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതവർക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്നൊരു കാര്യമായിരുന്നു എന്നാണ് പലരും പറയുന്നത്. കാരണം ജനങ്ങളെ ആകർഷിക്കുന്നതിന് ഇത് കുപ്പിയിൽ തന്നെ ഇരിക്കണമെന്നാണ് പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സ്റ്റെർലിംഗ് ഡിസ്റ്റിലറിയുടെ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് അന്തരീക്ഷ മലിനീകരണം കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് തങ്ങളിപ്പോൾ ഈ അലുമിനിയം കുപ്പികളിലേക്ക് തിരിയുന്നതാണ്. കാരണം ഒരു കുപ്പി ഉണ്ടാക്കാൻ, കണ്ണാടിയിൽ കുപ്പി ഉണ്ടാക്കാൻ വേറെ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അതൊക്കെ തന്നെ ഒരുപാട് പ്രകൃതിക്ക് നാശങ്ങൾ വരുത്തുന്നതാണ്. അലുമിനിയം ആകുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളാണ് എന്നുള്ളത് കൊണ്ടും തന്നെ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വിസ്കിയും മറ്റും അലുമിനിയം കുപ്പികൾ നിറച്ച് വിൽക്കുന്നതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അലുമിനിയം കുപ്പികളിൽ മദ്യവർണ്ണമെന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ ഭക്ഷണമാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിലും ഒക്കെ തന്നെ ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ പലതും എത്തുന്നത് ഈ അലുമിനിയം കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എന്തുകൊണ്ട് മദ്യം അലുമിനിയം കുപ്പികളിൽ എത്തിക്കൂടാ എന്നാണ് അവർ ചോദിക്കുന്നത്. അതേസമയം ഇതിനെ എതിർക്കുന്ന ചിലർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില പരീക്ഷണങ്ങൾ നടന്നിരുന്നു. കാരണം ഇത് ആരോഗ്യത്തിന് ഹാനികരമാണോ എന്നുള്ള ചോദ്യം അവിടെ കണ്ടിരുന്നു. കാരണം മദ്യവും അലുമിനിയവും തമ്മിൽ ചേരുമ്പോൾ എന്തെങ്കിലും രാസമാറ്റങ്ങൾ ഉണ്ടാവുകയും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുമോ എന്നുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെ ചില മദ്യ കമ്പനികൾ ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ വലിയ പരീക്ഷണശാലകളെ ഏൽപ്പിച്ചിരുന്നു എന്നും അങ്ങനെ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം മദ്യവും ഈ അലുമിനിയം കുപ്പിയും തമ്മിലുള്ള ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഈ അലുമിനിയം ഈ മദ്യത്തിലേക്ക് ചേർന്നു അല്ലെങ്കിൽ ചോർന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അലുമിനിയത്തിൻ്റെ അംശങ്ങൾ മദ്യത്തിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. പക്ഷേ എന്നാൽ അലുമിനിയം കുപ്പികൾ അനുകൂലിക്കുന്നവർ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി അലുമിനിയം അതെല്ലാം കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയ തകരാറെന്നുള്ള കാര്യമല്ല. ഇത് നമുക്ക് മദ്യം ഇനി മുതൽ അലുമിനിയം കുപ്പിയിലെത്തിയാലും അത് ആളുകൾ വാങ്ങി കഴിക്കുക തന്നെ ചെയ്യും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഈ അലുമിനിയവുമായുള്ള സമ്പർക്കം കാരണം വിസ്കിയുടെ നിറവും മണവും എല്ലാം തന്നെ മാറാൻ സാധ്യതയുണ്ട് എന്നും അത് ഒരുപക്ഷെ നമ്മുടെ നാവിനെയൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വായ്ക്കുള്ളിലൊക്കെ തന്നെ ദോഷകരമായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് അതിൻ്റെ ആരോഗ്യപരമായ ഭാഗങ്ങൾ വിവരിക്കുന്നവർ പറയുന്നത്. അപ്പോൾ ഏതായാലും ലോകത്ത് എന്ത് കാര്യം തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ഒക്കെ നാല് ഭാഗത്തു നിന്ന് ഉയരുമെങ്കിൽ പോലും ഒരിക്കൽ അത് വിപണിയിൽ സജീവമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വാങ്ങുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മദ്യമായ സ്കോച്ച് വിസ്കിയും അലുമിനിയം കുപ്പികളിലെത്തിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു കമ്പനി തുടങ്ങി വെച്ച കാര്യം നാളെ എല്ലാവരും പിന്തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം അലുമിനിയത്തിന് താരതമ്യേന കുപ്പി അപേക്ഷിച്ച് അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ അപേക്ഷിച്ച് വില കുറവാണ്, ഭാരക്കുറവാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്.